അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അവർ സ്വയം ഉണ്ടായതാണോ അതല്ല അവര് തന്നെയാണോ അവരെ പടച്ചത്? പറഞ്ഞു തരിൻ. വലില്ലാഹു ഖലഖഹും. അല്ലാഹുവേ നീയാണ് പടച്ചത്. നീയാണ് പടച്ചത് റബ്ബേ, ഞങ്ങളല്ലല്ലോ. ഞങ്ങൾ ഉണ്ടായതല്ലേ, നമുക്കറിയില്ലല്ലോ ഞങ്ങൾ ആരാണ് പടച്ചത്. ഞങ്ങളല്ല, അത് ഞങ്ങളെയും ഞങ്ങളുടെ കൂടെയുള്ള സർവ്വതിനെയും ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാറ്റിനെയും പടച്ച ഒരു സൃഷ്ടാവേ പറ്റൂ, രണ്ടെണ്ണം പറ്റൂല. രണ്ടാളുണ്ടായ എന്താ കുഴപ്പം? അത് ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ. അള്ളാഹ്ക്ക് മക്കളുണ്ടെന്നും അള്ളാഹിന്റെ മകനാണ് ഈസ നബി എന്നും പറഞ്ഞവര് 3 ദൈവങ്ങളുണ്ടെന്നും 3 കൂടെ ഒന്നാണെന്നൊക്കെ പറയുന്ന ആ ഒരു ആശയത്തിന്റെ ഏറ്റവും വലിയ ബാലിഷ്യം, അത് എത്ര ബാലിഷ്യമാണ് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഒന്നേ പറ്റൂ, അല്ലാഹു അഹദ്. അങ്ങനെ ആ വചനം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന സ്വഹാബിയാണ് ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു. ആരാ പഠിച്ചത്? എന്നെ പഠിച്ചത് നീ എന്നെ അല്ലല്ലോ. അതുകൊണ്ട് രോഗം വന്നാൽ അള്ളാഹുവാണ് ശിഫ തരുന്നത് എന്ന് പറയാൻ കാരണം ഇത് തന്നിരിക്കുന്നു അല്ലേ. ഡോക്ടർമാർ മരുന്ന് തരുന്നുണ്ട്, ഈ രോഗത്തിന്റെ മരുന്ന് ഇന്നതാണ്, പക്ഷേ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ പറയാം, ശരീരം റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മരുന്ന് കൊടുക്കുന്നുണ്ട്, മരുന്ന് ഫലിക്കണില്ല. എന്തുകൊണ്ട് ഫലിക്കണില്ല? ഈ അസുഖത്തിന് ഇന്നാലിനെ സർജറി ചെയ്താൽ അസുഖം ശരിയാവും. സർജറി ചെയ്തു, രോഗി മരിച്ചു. എന്തൊക്കെ സംഭവിച്ചത്? മരുന്നും കൊടുത്തിട്ടുണ്ട്, വേണ്ടതെല്ലാം കൊടുത്തു, പക്ഷെ അള്ളാഹിന്റെ ഖലാഉ മാത്രം യോജിച്ചില്ല. അതാണ് അസ്ബാബുകൾ നമ്മൾ ചെയ്തു. അലൽ അബ്ദി അൽ അഖ്ദു ബിൽ അസ്ബാബ് വഅല അല്ലാഹി ഫത്ഹുൽ അബ്വാബ്. നമ്മൾ അസ്ബാബുകൾ ചെയ്യണം. അള്ളാഹുവാണ് കവാടങ്ങൾ തുറന്നു തരുന്നത്, അള്ളാഹുവാണ്. അസ്ബാബ് ചെയ്താലും മുസബ്ബിബ് ഇടപെട്ടിട്ടില്ലെങ്കിൽ സംഗതി നടക്കൂല. അതുകൊണ്ട് ആ മക്കളെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴൊക്കെ അല്ലാഹ് പറഞ്ഞത് അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പെൺകുട്ടികളെ കൊടുക്കും. അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹ് ആൺകുട്ടികളെ കൊടുക്കും. ചിലർക്ക് അല്ലാഹു ആൺകുട്ടികളെയും കൊടുക്കും, പെൺകുട്ടികളെയും കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു പ്രസവിക്കാത്തവരാക്കി മാറ്റും, മക്കളില്ലാത്തവരാക്കി മാറ്റും. ഇവിടെ കല്യാണം കഴിഞ്ഞാൽ മക്കളുണ്ടാകുന്നാണോ അള്ളാഹ് പറഞ്ഞത്? അല്ല. യഹബു ലിമൻ യശാ. അള്ളാഹിന്റെ മശീഅത്ത് വേണം. ഭാര്യയുടെ കൂടെ കടന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവാൻ ആവശ്യമായ പ്രോസസ്സ് നടന്നു, പക്ഷെ അള്ളാഹിന്റെ തീരുമാനമുണ്ടെങ്കിലേ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടാവൂ. കല്യാണം കഴിഞ്ഞുകൊണ്ടുണ്ടാവൂല. ആണും പെണ്ണും ഒരുമിച്ചിരുന്നത് കൊണ്ട് കിട്ടിയില്ല. അള്ളാഹിന്റെ തീരുമാനം കൂടെ വേണം. മയ്യശാ ഒരുപാട് വന്ധ്യത ചികിത്സ നടത്തിയതിന്റെ ശേഷവും മക്കളില്ലാതെ പോകുന്നത് മയ്യശാ, അള്ളാന്റെ തീരുമാനം അങ്ങനെയാണ്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ മരുന്നുകൾക്കപ്പുറം ഇടപെടുന്ന വേറെ ഒരാളുണ്ട്. ഇതാ മനസ്സിലാക്കേണ്ടത്. മരുന്നുകൾക്കപ്പുറം ഇടപെടുന്ന ഒരാളുണ്ട്. ആ ആൾ ഇടപെട്ടാലേ അസുഖം മാറൂ. മരുന്ന് പിടിച്ചുകൊണ്ടായില്ല. ഡോക്ടർമാർക്ക് മരുന്ന് തരാനേ പറ്റൂ. പ്രതികരിക്കുന്നില്ല, ഫലം കാണുന്നില്ല, ഞങ്ങൾ കൊണ്ടുപോയി കോൾ ചെയ്യുന്നു. എന്തേ? അള്ളാഹുവിന്റെ തീരുമാനം വന്നിട്ടില്ല. വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, അള്ളാഹിന്റെ തീരുമാനം കൂടെ വരണം. അങ്ങനെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരാൾ അള്ളാഹു എന്ന ഖാലിഖ് ഉണ്ട് എന്ന വസ്തുതയാണ് നിരീശ്വരവാദികളൊക്കെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് കടുത്ത ശിക്ഷയാണ് അള്ളാഹു പറയാൻ കാരണം. അള്ളാഹു റബ്ബുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ആയിരക്കണക്കിന് ആശയങ്ങൾ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പഠിപ്പിച്ചത്. അള്ളാഹു ആണല്ലോ അവന്റെ റഹ്മത്തിന്റെ മുന്നോടിയായി കാറ്റടിക്കുന്നത്. അള്ളാഹുവാണ്. അള്ളാഹുവാണ് കാറ്റുകളെ അയക്കുന്നത്. അള്ളാഹുവാണ്. എന്ത് രസാണല്ലോ ഒരു കാറ്റത്ത് പോയിരിക്കാനൊക്കെ. എയർ കണ്ടീഷന്റെ ഉള്ളിലായതുകൊണ്ട് ഫാന്റെ കാറ്റല്ലാതെ അള്ളാഹുവിന്റെ ഭൂമിയിലെ കാറ്റ്. നാട്ടിലൊക്കെ മഴന്റെ മുമ്പ് ഒരു കാറ്റ് വരാൻ നല്ല സുഖമുള്ള തണുപ്പുള്ളൊരു കാറ്റ്.
അവന്റെ റഹ്മത്ത് എന്ന മഴ വരുന്നതിന്റെ മുമ്പ് ഒരു കാറ്റടിക്കുന്നത് അള്ളാഹുവാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്. അവരല്ല കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. കാലാവസ്ഥയെ നിരീക്ഷിക്കാനേ പറ്റൂ. ഇങ്ങനെ കാണുന്നുണ്ട് ലക്ഷദ്വീപിലും അവിടെ ഇവിടെയൊക്കെ ന്യൂനമർദ്ദം. ഇത് കാണാനേ പറ്റൂ, നിരീക്ഷിക്കാൻ. ആരാണ് പ്രപഞ്ചത്തിന്റെ ടെമ്പറേച്ചറിന്റെ ഈ വേരിയേഷൻ കീപ്പ് ചെയ്യുന്നത്? ആരാണ്? സൂര്യന്റെ വെളിച്ചം ഭൂമിയിലേക്ക് വന്ന് സൂര്യപ്രകാശം കൊണ്ടാണ് കാറ്റുണ്ടാകുന്നത്, തണുപ്പുണ്ടാകുന്നത്, വെളിച്ചമുണ്ടാകുന്നത്, ഇരുട്ടുണ്ടാകുന്നത് എല്ലാം സൂര്യവുമായി ബന്ധപ്പെട്ട്. സൂര്യനില്ലെങ്കിൽ എന്തുണ്ട്? കാലാവസ്ഥ മാറുമോ? മാറൂല. സൂര്യന്റെ കറക്കും ഭൂമിയുടെ കറ ഇതൊക്കെ വെറുതെ നടക്കുകയാണോ? അങ്ങനെയൊക്കെയാണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് പോവില്ലേ? കോടിക്കണക്കിന് കൊല്ലങ്ങളായില്ലേ ഈ പ്രപഞ്ചം ഇങ്ങനെ മനോഹരമായിട്ട് പോകുന്നത്? എന്തേ? നിങ്ങൾ ജീവിക്കാൻ ചിന്തിച്ചോളൂ. നിങ്ങൾക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, താമസം, ഇതൊക്കെ ഞാൻ തരാം. ബുദ്ധി ഞാൻ തന്നിട്ടുണ്ട്, ആലോചിച്ചോളൂ. 50 കൊല്ലം 60 കൊല്ലം കഴിഞ്ഞാൽ പോര്, അടുത്ത ടീം വരട്ടെ. ഇങ്ങനെ തലമുറകളായി ഈ ഭൂമിയിൽ അല്ലാഹു തആല കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യണം ഓരോരോ ബാച്ചുകളെ. ചിന്തിച്ചോളൂ, ആലോചിച്ചോളൂ. നിങ്ങൾക്ക് ജീവിക്കണം, ശ്വാസം വേണം, ഭക്ഷണം വേണം, വെള്ളം വേണം, ഇതൊക്കെ ഞാൻ ഏറ്റെടുത്തു, ഇതൊക്കെ ഞാൻ തരാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ തരാം. നിങ്ങൾ വരുന്നത് എന്തിനാ? നിങ്ങളുടെ സൃഷ്ടാവിനെ കണ്ടെത്തി ആ സൃഷ്ടാവിനെ സന്തോഷിപ്പിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കാൻ. അങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും ഈ പ്രപഞ്ചത്തിനും സമാധാനമുണ്ടാവാൻ. ആ ഒരു തലത്തിലേക്ക് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം, എന്തിന് ഞാൻ വന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇസ്ലാമിലേക്കാണോ? യുക്തിവാദത്തെ കാണൂല. എന്തിന് എന്താണെന്നറിയില്ല. പോലീസ് പിടിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, പോലീസ് പിടിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യൂല, എത്രയോ ഉള്ളൂ എന്നല്ലാതെ ഒരു ഹലാലും ഹറാമും അവർക്ക് പറയാൻ കഴിയില്ല. അല്ലാഹുവാണ് കാറ്റയക്കുന്നത്. കടുത്ത കട്ടിയുള്ള മേഘങ്ങളായി ഈ മേഘത്തെ അള്ളാഹു രൂപപ്പെടുത്തിയാൽ, ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നാട്ടിലൊക്കെ ഇറങ്ങാൻ നേരത്ത് കണ്ടിട്ടില്ല, ഫോഗിന്റെ നമ്മുടെ ഇതിന്റെ മേഘത്തിന്റെ ഉള്ളിലേക്ക് വിടുമ്പോൾ ഒരു തരം ജെർക്കിങ്ങും ഒരു പടക്കലൊക്കെ വരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. മേഘം ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ വളരെ വളരെ ഭൂമിയിലേക്ക് താഴ്ന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലേ? ഫോഗ് പോലെ കിടക്കുകയാണ്. അതിന് ടൈമാകുമ്പോൾ വെള്ളത്തുള്ളിയായി ഭൂമിയിലേക്ക് വീഴ്ത്തണം. വാട്ടർ ടാങ്ക് ഒന്നും ഇല്ലല്ലോ ആകാശത്ത്, അതാണ് അത്ഭുതം. എത്ര ഗാലൻ വെള്ളമാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഒരു വാട്ടർ ടാങ്കും ഇല്ലല്ലോ. ഇതാണ് അള്ളാഹുവിന്റെ ഖുദ്റത്ത്. വളരെ സറ്റിലാണ്, വളരെ സങ്കീർണമാണ് അള്ളാഹുവിന്റെ പണികൾ. എന്നാൽ വളരെ ഇതൊക്കെ നോർമലാണല്ലോ എന്ന് തോന്നും. മേഘമുണ്ട്. ഇതെന്താണ് സംഗതി? ഇതെങ്ങനെ അവിടെ നിൽക്കുന്നത്? അത് വെള്ളമായി ഇടക്കിടയ്ക്ക് വീഴാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മഴ വരുന്നോ ഇല്ലയോ ചുറ്റുപാടുകൾ കൊണ്ട് അറിയാൻ പറ്റും. അപ്പൊ പിന്നെ കൊടടുത്ത് ഇറങ്ങാൻ പറ്റും. ഇത് വെയിലിന്റെ ഇടയിൽ തന്നെ മഴ പെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? മഴക്കാലാണോ അല്ലേ എന്നറിയില്ല. എപ്പോഴാണ് ഇതൊന്നും അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്ത് കാര്യം ചെയ്യാൻ പറ്റില്ല. അതിന് അല്ലാഹു കാലാവസ്ഥകളും സമയവും ഒക്കെ തന്നില്ലേ? ഇതൊക്കെ വെറുതെ നടക്കാൻ നിങ്ങൾ എങ്ങനെ പറയുന്നു? ഇതാണ് അല്ലാഹുവിന്റെ ചോദ്യം. حتى إذا أقلت سحابا ثقالا سقناه لبلد ميت. ആ മേഘം കട്ടികൂടി വന്നാൽ സുഖ്ന, ആ വെള്ളം നമ്മൾ കുടിപ്പിക്കുന്നു. ലിബലദിൻ മയ്യിത്തിൻ, മരിച്ചുപോയ ഒരു നാടിന് നമ്മൾ കുടിപ്പിക്കും. അത് മയ്യിത്തിന് വെള്ളം കൊടുക്കാന്ന് പറഞ്ഞ പോലെ മരിച്ചുപോയ ഒരു നാടിനെ ജീവിപ്പിക്കാൻ, സസ്യലതാദികൾ മുളച്ചു വരാൻ വേണ്ടി നമ്മളതിനെ കുടിപ്പിക്കും. ഫഅൻസൽനാ ബിഹിൽ മാഅ, ആ മേഘത്തിൽ നിന്ന് നമ്മൾ മഴ ഇറക്കും. ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴവർഗ്ഗങ്ങളും നാമാണ് മഴ കൊണ്ട് മുളപ്പിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്ത് ഈത്തപ്പനല്ലേ, പാം ട്രീ, അതിന്റെ വളം പഞ്ചസാരയാണ്. അല്ലോ, പഞ്ചസാര കൊണ്ടുവരുന്നുണ്ടോ? അതിന്റെ മുരട്ടില് പച്ചവെള്ളല്ലേ കൊടുക്കണുള്ളൂ. എന്താ ഈത്തപ്പഴത്തിന്റെ മധുരം! ഇത് എവിടുന്ന് വന്നു? ആരായി പഞ്ചസാര കൊണ്ടുപോയി കൊടുത്തത്? ആരും കൊടുത്തിട്ടില്ല. ആ മരത്തിന്റെ ഉള്ളിൽ നിന്ന് എവിടുന്ന് ഇതുണ്ടായി? ഇത് ഞാനാണ് ചെയ്തത്. ഫഅഖ്റജ്നാ ബിഹി, വെള്ളം കൊടുത്തുകൊണ്ട് വൃക്ഷങ്ങളിൽ മിനസ്സമറാത്ത്, മിൻ കുല്ലി സമറാത്ത്, പല ടേസ്റ്റുള്ള പഴങ്ങള്, പല നിറം, ഒരേ ടേസ്റ്റ് വ്യത്യസ്ത നിറം, വ്യത്യസ്ത ടേസ്റ്റുകൾ. പച്ച ആപ്പിളും റെഡ് ആപ്പിളും, രണ്ട് ടേസ്റ്റ്, രണ്ട് ആപ്പിൾ തന്നെയാണ്.
പക്ഷെ കുറെ പച്ച ഒന്നും എടുക്കുമ്പോൾ ഒരു ചുവപ്പ് ആയിക്കോട്ടെ, ചുവപ്പ് ഒന്നും എടുക്കുമ്പോൾ ഒരു പച്ച ആയിക്കോട്ടെ, പലതരം ഓറഞ്ചുകൾ, പലതരം മുന്തിരികൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്ന ആളുകൾ ആ പ്രവാസികൾ. ഒന്ന് ലുലുക്കോ കാരിഫോർക്കോ ഒന്ന് കയറി ചെന്നാല് ആ ഫ്രൂട്ട്സിന്റെ ഏരിയ കൂടെ നടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ മണ്ണെന്ന്, ഒരേ മണ്ണ്, ഒന്നും ആരും ചെയ്തിട്ടില്ല, കുഴിച്ചിട്ടേ ഉള്ളൂ, കൈകൊണ്ട് ഇന്ന് വെച്ചു കൊടുക്കാതെ താനുണ്ടാകുന്നത് വേറെ. ബാക്കിയൊക്കെ ആരാ ഇതിന് ടേസ്റ്റ് കൊടുത്തു? ഓറഞ്ചിന് ചക്കന്റെ ടേസ്റ്റ് ആണെങ്കിൽ എന്താ അവസ്ഥ? അല്ലല്ലോ. ഓരോന്നിനും ഓരോ ടേസ്റ്റ്, ഓരോ രാജ്യങ്ങൾക്ക് വ്യത്യസ്ത ടേസ്റ്റ്. ഇത് എവിടുന്ന് വന്നു? ഇതൊക്കെ ചെയ്തത് ഞാനാണ്. യുക്തിവാദി ഇതൊന്നും വെറുതെ ഉണ്ടാവില്ല, ഇത് അല്ലാഹു പറഞ്ഞിരിക്കാം. ഇതിനൊക്കെയുള്ള ഉത്തരമാണിത്. നമ്മൾ നിസ്സാരമായ വിഷയങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധി തുറക്കും. ഇത് ഞാനാണ്, ഇത് അല്ലാഹുവാണ്. റബ്ബ് പറയാൻ, ഞാനാണ് ഇതൊക്കെ ചെയ്തത്. ഇങ്ങനെ മരിച്ചുപോയവരെ ഞാൻ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. മരിച്ചുപോയ നാടിന് വെള്ളം കൊടുത്ത് അല്ലാഹു ജീവൻ കൊടുത്ത് ചെടികൾ മുളപ്പിക്കുന്ന പോലെ മരിച്ചുപോയവരെ ഞാൻ ഇങ്ങനെ പുറപ്പെടുവിക്കും. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. മരിച്ചുപോയ നാടിലെ ചെടികൾ ഉണ്ടാകുന്നില്ലേ? ഉണങ്ങിപ്പോയ മരം പിന്നെ കതിർത്ത് വരുന്നില്ലേ? ചെടികളില്ലാത്തിടത്ത് ചെടികൾ ഉണ്ടാകുന്നില്ലേ? ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലാഹു മരിച്ചു കഴിഞ്ഞ നാടിന് ജന്മം കൊടുക്കുന്ന പോലെ നിങ്ങൾക്കും ഞാനൊരു പുനർജന്മം നൽകാൻ പോകുന്നുണ്ട്. സൂറത്തുൽ അറാഫ്. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുക്തിവാദികളായ ആളുകൾക്ക് ചിന്തിക്കാനുള്ള 100 കണക്കിന് ചൂണ്ടുപലകകൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്കിടയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ചെയ്തത് ഞാനാണ്. ഇങ്ങനെ ഒരു ക്ലെയിം ചെയ്യുന്ന ഗ്രന്ഥം, ഞാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അല്ലാതെ ലോകത്ത് കാണാൻ കഴിയില്ല. സയൻസ് ഒക്കെ പറയാന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറയാ എന്നല്ലാതെ ഞാനാണിത് ചെയ്യുന്നത്, ഇത് ഞാനുണ്ടാക്കി പറയാൻ കഴിയില്ല.